ബരോഷ് പപ്പ ഇറങ്ങി അത് ഫ്ലോപ്പ് ആയപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ കാലം ആയല്ലോ, ലാലേട്ടൻ്റെ ചിന്താഗതികളൊക്കെ മാറി വന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ലാലേട്ടൻ പറയുന്നത് സെയിം സാധനം. ഈ ബരോഷിനെ പറ്റി കുറ്റം പറയുന്ന ആളുകൾ ബരോഷ് പപ്പ ഇറങ്ങി അത് ഫ്ലോപ്പ് ആയപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ കാലം ആയല്ലോ, ലാലേട്ടൻ്റെ ചിന്താഗതികളൊക്കെ മാറി വന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ലാലേട്ടൻ പറയുന്നത് സെയിം സാധനം. ഈ ബരോഷിനെ പറ്റി കുറ്റം പറയുന്ന ആളുകൾ ബരോഷ് കാണാത്ത ആളുകളാണ്. ബരോഷ് കണ്ട ആളുകൾക്ക് യാതൊരു പരാതിയുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. അത് മാത്രമല്ല 40 വർഷമായിട്ട് ലാലേട്ടനെ സ്നേഹിക്കുന്ന മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ബരോഷ് പപ്പ എന്നൊക്കെയാണ്. ഇങ്ങനത്തെ സമ്മാനമാണെങ്കിൽ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു നശിച്ച ലാലേട്ടൻ ഫാനാണ്, എന്നിട്ട് എനിക്ക് പോലും ഈ ബരോഷ് പപ്പ കണ്ടിരിക്കാൻ പറ്റില്ല. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴേക്കും ഞാൻ മരിച്ച്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കണ്ടത് എൻ്റെ ശവമാണ് അവിടെ ഇരുന്ന് സിനിമ കണ്ടത്. ആ അവസ്ഥയിലാണ് ബരോഷ് പപ്പ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറങ്ങി കണ്ടവർക്ക് ആർക്കും അത് മനസ്സിലായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ അപ്പാപ്പന്മാരുടെ പോലെ സിനിമ പഠിച്ചിട്ട് വിമർശിക്കൂ, ബരോഷ് പപ്പ അങ്ങനെയാണ്, ബരോഷ് പപ്പ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അറിയാത്തവരാണ് അഭിപ്രായം പറയുന്നത്. സംഭവം ശരിയാണ്, ലാലേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങേരെ ആക്രമിച്ച് പരാജയപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, അത് റിയാലിറ്റിയാണ്, ശരി. പക്ഷേ മെജോറിറ്റി ആളുകളും ഇങ്ങനെ ലാലേട്ടൻ്റെ പടത്തിന് പൊളിക്കാൻ നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അങ്ങനെ മെജോറിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ പൊളിയത്തുമില്ല ഒരു സിനിമയും. ഈ കണക്കിന് ലൂസിഫർ ഇറങ്ങി ഹിറ്റായ സമയത്ത് ലാലേട്ടന് അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, ഇതിങ്ങനെ കാണാത്തവർ കൂടി നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, ആദ്യം സിനിമ പോയി കാണും, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയുന്ന സമയത്ത് ഈ സ്ഥിരം പരിപാടി ഇനി 2025 വർഷത്തിൽ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും വ്യത്യസ്തമായിരിക്കും. ആ കഷ്ടകാലമൊക്കെ 2024 തീർന്നു എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ പാവം ലാലേട്ടൻ ഫാൻസ് ഉണ്ട്. അവർ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങർക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ള സാധനം മനസ്സിലാക്കി കൊടുത്ത് നിരാശപ്പെടുത്തരുത്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ട. വെറുതെ ബരോഷ് പപ്പ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള ഒരു പുള്ളിക്കാരത്തി പറഞ്ഞത് 150 കോടിയോളം രൂപ ബരോഷ് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ ടീം, അതായത് ആശീർവാദ് ഫിലിംസ് ചിലവാക്കിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കാശിറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ലാലേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഡയറക്ഷനും മറ്റേത് മറിച്ചതൊക്കെ നല്ല പണിയുള്ള കേസാണ്. ലാലേട്ടൻ്റെ പോലെ ഒരാൾ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല മെനക്കെടാണ്. അതൊക്കെ മനസ്സിലാക്കും. ലാലേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആൻ്റണി ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാശ് കുറേ പോയിട്ടുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് കാണുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടും ഞങ്ങൾ 100 പേര് ചേർന്ന് ഉണ്ടാക്കിയ ബിരിയാണിയാണ്, അതുകൊണ്ട് നിങ്ങൾ തിന്നേ പറ്റൂ, ഒരാളും കുറ്റം പറയരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്കകത്ത് ആട്ടുംകാട്ടം ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആ ബിരിയാണിക്ക് നമ്മൾ നല്ല അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? തിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ പറയാം ആട്ടുംകാട്ടം ആടിയേന്ന്. അപ്പോൾ ഇങ്ങനെ നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ, നിൻ്റെ ഉപ്പുപ്പാക്കി അണ്ടിക്കച്ചവടം ഉണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട്